എന്താണ് ബിജു മേനോൻ ചെയ്യാതിരുന്നത്? ഒരു സിനിമയിൽ ഒരു താരം പ്രൊമോഷൻ എത്തുന്നത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്? അറിയാം. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. സാധാരണയായി ഒരു സിനിമയുമായി സംബന്ധിച്ച് ഒരു താരം എന്തെങ്കിലുമൊക്കെ ചെയ്താലാണ് വിവാദമാവുന്നത്. എന്നാൽ ഒന്നും ചെയ്യാതെ ബിജു മേനോന്റെ കരിയറിൽ ആദ്യമായി ഒരു കരിനിഴൽ വന്നു ഭവിച്ചിരിക്കുകയാണ്. എന്താണ് ബിജു മേനോനും പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുള്ള വിവാദം? കഴിഞ്ഞ ഫെബ്രുവരി 9-ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിളിച്ചു ചേർത്ത ഒരു വാർത്താ സമ്മേളനത്തിൽ ഉണ്ണികൃഷ്ണൻ ബിജു മേനോന്റെ പേരെടുത്ത് പരാമർശിച്ചെടുത്താണ് വിവാദങ്ങളുടെ തുടക്കം. ബിജു മേനോൻ 2024 പ്രധാന കഥാപാത്രമായി എത്തിയ സിനിമയായിരുന്നു നടന്ന സംഭവം. എന്നാൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ആകെ 2.5 മണിക്കൂർ മാത്രമാണ് അദ്ദേഹം പ്രൊമോഷൻ അനുവദിച്ചത് എന്നാണ് സിനിമയുടെ പ്രൊഡ്യൂസറും ഡയറക്ടറുമൊക്കെയായ അനൂപ് കണ്ണൻ പറയുന്നത്. അനൂപ് കണ്ണൻ മെക്സിക്കൻ അപാരതയ്ക്ക് ശേഷം പ്രൊഡ്യൂസ് ചെയ്ത സിനിമ കൂടിയായിരുന്നു നടന്ന സംഭവം. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് 10 ദിവസത്തെ ഒരു ചാർട്ടാണ് കരാറിൽ എഴുതി ചേർക്കുക. ഈ 10 ദിവസം താരങ്ങൾ എത്തുമെന്നും ആ കരാറിൽ ഒപ്പുവെച്ചുകൊണ്ടാണ് ആ സിനിമയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. എന്നാൽ പ്രൊമോഷൻ ജോലികൾ അധികവും 3-4 ദിവസങ്ങൾ എടുത്ത് തീർക്കുകയാണ് പതിവ്. ഇതിൽ പല വിധത്തിലുള്ള പ്രൊമോഷൻ ഉണ്ട്. ഓഡിയോ ലോഞ്ചിന് വരിക, ടീസർ ലോഞ്ചിന് വരിക, ഒരു മാളിൽ നടത്തുന്ന ഇവന്റിന് വരിക, കോളേജ് വിസിറ്റിന് വരിക, ഇന്റർവ്യൂസിൽ ഭാഗമാവുക. ഇന്റർവ്യൂസ് വളരെയധികം എണ്ണം കൂടിയത് ഓൺലൈൻ ചാനലുകളുടെ വരവോടു കൂടിയാണ്. 2020 ശേഷം, കോവിഡിന് ശേഷം ഭീഷ്മപർവം എന്ന സിനിമയാണ് ഈ ഓൺലൈൻ ഇന്റർവ്യൂകളുടെ ട്രെൻഡ് ഒഫീഷ്യലായി ആരംഭിക്കുന്നത്. അതിനു മുമ്പും ഓൺലൈൻ ഇന്റർവ്യൂകൾ ഉണ്ടെങ്കിൽ പോലും എല്ലാ ഓൺലൈൻ ഇന്റർവ്യൂകൾക്കും ഇന്റർവ്യൂ കൊടുക്കുന്ന ഒരു രീതി തുടങ്ങിയത് ഭീഷ്മപർവം മുതലാണ്. ഭീഷ്മപർവത്തിന് തൊട്ട് ഇങ്ങോട്ടേക്ക് 1-2 ദിവസങ്ങളിലായി ഒരു സിനിമയ്ക്ക് ഏകദേശം 20 ഇന്റർവ്യൂകളെങ്കിലും കൊടുക്കപ്പെടാറുണ്ട്. നടന്ന സംഭവം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ആകെ 2.5 മണിക്കൂർ സമയം മാത്രമാണ് ബിജു മേനോൻ അലോട്ട് ചെയ്തതെന്നാണ് അനൂപ് കണ്ണൻ പറയുന്നത്. എവിടെയാണ് ഈ പ്രൊമോഷൻ പരിപാടികളുടെ പ്രശ്നം ഇരിക്കുന്നത്? ഒരു സിനിമയുടെ റിലീസ് എന്നാണ് എന്നത് പ്രവചനാതീതമായ ഒരു കാര്യമാണ്. ആ സിനിമയുടെ റിലീസിനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. സെൻസറിങ്ങിൻ്റെ ഇഷ്യൂസ്, സിനിമയുടെ ലൈസൻസിൻ്റെ ഇഷ്യൂസ്, സിനിമയ്ക്ക് കൃത്യമായി തിയേറ്റേഴ്സ് കിട്ടാത്തത്, അതൊക്കെ ഒരു സിനിമയുടെ റിലീസിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു സിനിമ എപ്പോൾ റിലീസ് ചെയ്യുമെന്ന് കൃത്യമായി പറയാനാവില്ല. ഈ ഒരു ഘട്ടത്തിൽ ഒരു ആക്ടർ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത ഷൂട്ട് ഡേറ്റ്സും ഈ സിനിമയുടെ പ്രൊമോഷൻ ഡേറ്റ്സും ഒരുമിച്ച് വരുമ്പോഴാണ് ഈ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് ക്ലാഷസ് സംഭവിക്കുന്നതും താരം സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമാവാതിരിക്കുന്നതും. അല്ലാതെയുള്ള മറ്റൊരു സന്ദർഭം താരം സിനിമയുടെ പ്രൊമോഷനുമായി സഹകരിക്കാത്തതാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളും 1-2 അവസരങ്ങളിൽ മലയാള സിനിമ ഇതിനു മുമ്പ് കണ്ടിട്ടുമുണ്ട്. ബൂമറാങ് എന്ന സിനിമയുടെ റിലീസ് സമയത്ത് ആ സിനിമയുടെ പ്രൊമോഷനുമായി സംയുക്ത എന്ന നടി സഹകരിക്കുന്നില്ല എന്ന് ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ പരാതി പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം അതല്ല. ബിജു മേനോൻ സാധാരണ രീതിയിൽ ഒരു സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളുമായി സഹകരിക്കുന്ന ഒരു താരം തന്നെയാണ്. കോവിഡിന് ശേഷം അദ്ദേഹം ആർക്കറിയാം എന്ന സിനിമയ്ക്ക് വേണ്ടി ഡിജിറ്റൽ മീഡിയയ്ക്ക് ഇന്റർവ്യൂ കൊടുത്തതാണ്. അതുപോലെ തലവൻ എന്ന സിനിമയ്ക്ക്, തുണ്ട് എന്ന സിനിമയ്ക്ക് ഒക്കെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സമയം പ്രൊമോഷന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിരുന്നു. നടന്ന സംഭവം എന്ന സിനിമയ്ക്ക് മാത്രം ഈ ഒരു വിധത്തിൽ എന്താണ് പ്രശ്നം സംഭവിച്ചത് എന്നത് ബിജു മേനോന്റെ സൈഡ് കൂടി കേട്ടതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിനേക്കുള്ള ഈ മാസ് പഴിചാരലിന് ഒരു യുക്തി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബിജു മേനോൻ നിലവിൽ ഈ വിവാദങ്ങളോട് ഒരു വിധത്തിലും പ്രതികരിച്ചിട്ടുമില്ല. ബിജു മേനോൻ സാധാരണഗതിയിലായി ഇപ്പോൾ ഉള്ള താരങ്ങളെ പോലെ ഒരു സെൽഫ് പ്രൊമോഷനിൽ ബിലീവ് ചെയ്യാത്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നന്നേ കുറവാണ്. പക്ഷേ ബിജു മേനോൻ ഒരിക്കലും ഒരു സിനിമയ്ക്ക് വേണ്ടി ആ സിനിമ ആവശ്യപ്പെടുന്ന സമയം അതിന്റെ പ്രൊമോഷന് വേണ്ടി കൊടുക്കാത്ത ഒരാളല്ല. അദ്ദേഹം സിനിമയോട് കാണിക്കുന്ന ഒരു ഡിവോഷൻ മനസ്സിലാക്കാൻ അയ്യപ്പനും കോശിയും എന്ന സിനിമ റിലീസായ സമയത്ത് ക്ലബ് എഫ് അദ്ദേഹവും നടൻ പൃഥ്വിരാജും ചേർന്ന് നടത്തിയ ഒരു അഭിമുഖം കണ്ടാൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഇന്റർവ്യൂവിൽ പൃഥ്വിരാജ് പറയുന്നുണ്ട്, ബിജു മേനോൻ എന്ന നടൻ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ, അദ്ദേഹത്തിന്റെ ഇൻബിൽഡ് സ്വഭാവത്തിൽ മടിയുള്ള ഒരാളാണ്. പക്ഷേ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ഏതറ്റം വരെയും പോകും എന്നത്. പക്ഷേ ആ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ബിജു മേനോന് കൂടി തോന്നണം, അദ്ദേഹം കൂടി കൺവിൻസ്ഡ് ആവണം. അയ്യപ്പനും കോശിയും എന്ന സിനിമ ചെയ്യുമ്പോൾ ബിജു മേനോന് പ്രായം ഏകദേശം 50 ആ സിനിമയിൽ വളരെ റിസ്ക് നിറഞ്ഞ, വളരെ ഗ്രൗണ്ടഡ് ആയി ചെയ്യേണ്ട ഹൈ ഒക്ടൈൻ ആക്ഷൻ സീക്വൻസുകളുള്ള സിനിമയാണ്. പൃഥ്വിരാജിനെ പോലെ എല്ലാ സിനിമകളിലും ആക്ഷൻ ചെയ്യുന്ന ഒരു താരവുമായി കിടപിടിക്കുന്ന രീതിയിൽ തന്നെ ബിജു മേനോൻ കൃത്യമായ പ്രാക്ടീസ് സെഷനുകളോടുകൂടി ആ സിനിമയിൽ സ്റ്റണ്ട് ചെയ്തതാണ്. ഇത് പൃഥ്വിരാജ് തന്നെ ആ ഇന്റർവ്യൂവിൽ എടുത്തു പറയുന്നുമുണ്ട്. സമാനമായി അനാർക്കലി എന്ന സിനിമയുടെ ഉദാഹരണവും പൃഥ്വിരാജ് ആ ഇന്റർവ്യൂവിൽ എടുത്തു പറയുന്നുണ്ട്. അനാർക്കലി എന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തിന് വേണ്ടി
ബിജു മേനോൻ അദ്ദേഹത്തിന്റെ ശരീരഭാരം കുറച്ചിട്ടുണ്ട്. ഇതും ബിജു മേനോൻ സാധാരണ സിനിമകൾക്ക് വേണ്ടി ചെയ്യാത്ത ഒന്നാണ്. ഇവിടെയാണ് ബിജു മേനോനിലെ കൺവിൻസിങ് ഫാക്ടർ എന്ന് പറയുന്ന ഘടകത്തിന്റെ ഇമ്പോർട്ടൻസ്. അദ്ദേഹത്തിന് ഒരു സിനിമയിൽ പ്രാധാന്യമുണ്ട്, അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി അത് ചെയ്യേണ്ടതാണെങ്കിൽ ബിജു മേനോൻ എന്ന കലാകാരൻ തീർച്ചയായും അത് ചെയ്തിരിക്കും. ബിജു മേനോനുമായി അസോസിയേറ്റ് ചെയ്യുന്ന പല പ്രൊഡ്യൂസേഴ്സും അദ്ദേഹത്തിന്റെ ഈ ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റിനെ പറ്റി വളരെ പോസിറ്റീവായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ഈ ഒരു വിവാദത്തിന്റെ ആഫ്റ്റർ മാത്ത്, പരിണിത ഫലം? നടന്ന സംഭവം എന്ന സിനിമയുടെ ചാനൽ റൈറ്റ്സ് വാങ്ങിച്ച ഒരു ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനലിന് വേണ്ടി ബിജു മേനോൻ ഒരു പ്രൊമോഷണൽ ഇന്റർവ്യൂ കൊടുത്തില്ല എന്നും ആ ഇനത്തിൽ ബിജു മേനോൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാത്തതിന്റെ കാരണമായി ആ ചാനൽ ഏകദേശം 25 ലക്ഷം രൂപ അനൂപ് കണ്ണന് കൊടുക്കുന്നതിൽ നിന്ന് ആ ചാനൽ പിന്മാറിയെന്നും 25 ലക്ഷം രൂപ അനൂപ് കണ്ണന് നഷ്ടമുണ്ട് എന്നുമാണ് ബി ഉണ്ണികൃഷ്ണൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. നിലവിൽ ബിജു മേനോന് ഒരു പിഴത്തുകയായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞിട്ടുള്ളത് 15 ലക്ഷം രൂപയാണ്. ഇത് ബിജു മേനോൻ ലിസ്റ്റിൻ സ്റ്റീഫനുമായി അസോസിയേറ്റ് ചെയ്യുന്ന സിനിമയിൽ, അതായത് ലിസ്റ്റിൻ സ്റ്റീഫൻ ബിജു മേനോനെ പ്രധാന കഥാപാത്രമാക്കി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രതിഫലത്തിൽ നിന്ന് 15 ലക്ഷം രൂപ ഈ ഒരു പിഴത്തുകയായി കണക്കാക്കി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വഴി അനൂപ് കണ്ണന് കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പുതിയൊരു പ്രതിവിധിയായി, ഒരു പരിഹാരമായി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതായത് അദ്ദേഹത്തിൻ്റെ റെമ്യൂണറേഷനിൽ നിന്ന് 15 ലക്ഷം രൂപ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ത്രൂ അനൂപ് കണ്ണന് നൽകുക. ഇതുവരെയും ബിജു മേനോന്റെ സൈഡ് ഈ ഒരു വിഷയത്തിൽ പുറത്തു വന്നിട്ടില്ല. അനൂപ് മേനോൻ അദ്ദേഹത്തിന്റെ പുതിയ സിനിമയായ തനിനിറം എന്ന സിനിമയുടെ വാർത്താ സമ്മേളനവുമായി അനുബന്ധിച്ച് ഇതേ വിഷയത്തിൽ, ഈ വിവാദത്തിൽ ഒരു പ്രസ്താവന ഉന്നയിച്ചിരുന്നു. എപ്പോഴാണ് ഒരു സിനിമയുടെ പ്രൊമോഷൻ എന്നത് കൃത്യമായി പറയാനാവാത്തത് താരങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തത്. ഒരു സിനിമയുമായി സംബന്ധിച്ച് ആ സിനിമയിലെ താരം പ്രൊമോഷന് പങ്കെടുക്കുന്നത് ആ സിനിമയുടെ ഏറ്റവും വലിയ പരസ്യമാണ്. കാരണം മലയാളത്തിൽ അഭിനയിക്കാൻ അറിയാവുന്നത് ഈ താരങ്ങൾക്ക് മാത്രമല്ല, ഒരുപാട് ഗംഭീരമായ സ്വഭാവ നടന്മാർ കൂടി മലയാള സിനിമയ്ക്കുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ താരങ്ങളെ ആശ്രയിക്കുന്നു എന്നതിനുള്ള കാരണം, താരങ്ങളുടെ മുഖം പോസ്റ്ററുകളിൽ കണ്ടാൽ, താരങ്ങൾ ആ സിനിമയെ പറ്റി സംസാരിക്കുന്നത് അവരുടെ സോഷ്യൽ മീഡിയ പേജസിലൂടെയോ യൂട്യൂബിലൂടെയോ ഒക്കെ കണ്ടാൽ സാധാരണക്കാർ ആ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ താരങ്ങൾ അവരുടെ വിപണന മൂല്യം മനസ്സിലാക്കി ആ സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളിൽ പങ്കെടുക്കുകയാണ് വേണ്ടത്. അതല്ല എങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ ശ്രീ അജിത് കുമാർ ഒക്കെ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ചില സിനിമകൾക്ക് വേണ്ടി നയൻതാര ചെയ്യുന്നത് പോലെ, ദീപിക പദുക്കോണൊക്കെ ചെയ്യുന്നത് പോലെ സിനിമയിൽ അവർ ഭാഗമാകാൻ ഉദ്ദേശിക്കുന്ന പ്രൊമോഷൻ പരിപാടികൾ ഇതൊക്കെയാണ്, ഇത്ര കാര്യങ്ങൾക്കേ ഞാൻ വരുള്ളൂ എന്നുള്ളത് അഗ്രിമെൻറ്റിൽ ഒരു ക്ലോസ് ആയി വെക്കുകയും ചെയ്യണം. അപ്പോൾ ഈ വിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാനായി സാധിക്കും. ബിജു മേനോൻ ക്ലീൻ ചിറ്റോടുകൂടി മുന്നോട്ട് തന്നെ പോകട്ടെ. പ്രൊഡ്യൂസേഴ്സും താരങ്ങളും ഒരുമിച്ച് പോകുമ്പോഴാണ് മലയാള സിനിമയ്ക്ക് എന്നും നല്ല ഭാവി ഉണ്ടായിട്ടുള്ളത്. നമസ്കാരം.